അനീഷ് ആൻ്റണി ഇരിഞ്ഞാലക്കുടയിലെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്നും നമുക്കൊപ്പം ചേരുകയാണ്. അനീഷ് ആൻ്റണി, ഇരിഞ്ഞാലക്കുടയിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക്, പാർപ്പിടത്തിലേക്ക് ഇന്നസെൻ്റ് ഇനി ഇല്ല പാർപ്പിടത്തേക്ക്. ഇന്നസെൻറ്റിനെ കാണാൻ നിരവധി ആളുകളാണ് പാർപ്പിടത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. എന്താണ് ഇരിഞ്ഞാലക്കുടയിൽ പാർപ്പിടത്തിൽ നിന്നുള്ള വിവരങ്ങൾ? അജി, ഞാനിപ്പോൾ നിൽക്കുന്നത് പാർപ്പിടത്തിലല്ല. ഇരിങ്ങാലക്കുട അദ്ദേഹത്തിന്റെ പൊതുദർശനം നിശ്ചയിച്ചിട്ടുള്ള ടൗൺ ഹാളിന് മുന്നിലാണ്. വൈകിട്ട് 3 മുതൽ ആണ് ഇവിടെ പൊതുദർശനം വെച്ചിട്ടുള്ളത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. എന്തായാലും ഇവിടെ അദ്ദേഹത്തിന്റെ പൊതുദർശനം ചെയ്യുന്നതിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ സോണിയാഗിരിയുടെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് നിരവധി പേർ ഇവിടെയുണ്ട് അവസാനവട്ട ഒരുക്കങ്ങൾക്കായി. എന്തായാലും അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ മലയാള സിനിമ പ്രേക്ഷകർ എന്നതിലുപരി ഇരിങ്ങാലക്കുടയിലെ നാട്ടുകാർക്കും ഒരു പക്ഷേ അഗാധമായ ദുഃഖത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതിന് വെളിവാകുന്ന തരമാണ് ഇപ്പോൾ ഇവിടെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇരിങ്ങാലക്കുട നഗരമാകെ അദ്ദേഹത്തിന്റെ ഫ്ലക്സ്, ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള ഫ്ലക്സ് ബോർഡുകളും കമാനങ്ങളും ഇപ്പോൾ നിരന്ന് കഴിഞ്ഞു. എന്തായാലും വൈകിട്ട്, അതിനിടയിൽ മറ്റൊരു വിവരം പറയാനുള്ളത്, വൈകിട്ട് 4 മണിയോടെ മുഖ്യമന്ത്രി ഇരിങ്ങാലക്കുട ടൗൺ ഹാളിലേക്ക് എത്തും. അദ്ദേഹം ആദരാഞ്ജലി അർപ്പിക്കാനായി എത്തുമെന്നൊരു വിവരം കൂടിയുണ്ട്. അത് മാത്രമല്ല, അദ്ദേഹം 4 മണിക്ക് ഇവിടെ ഹെലികോപ്റ്റർ മാർഗമാണ് ഇരിങ്ങാലക്കുടയിലെത്തുക. അതുമായി ബന്ധപ്പെട്ട സജ്ജീകരണങ്ങളെല്ലാം ഇവിടെ പൂർത്തിയായി വരികയാണ്. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് മൈതാനിയിലാണ് അദ്ദേഹം ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുക എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും അദ്ദേഹത്തിന്റെ പൊതുദർശനത്തിനുള്ള ഒരു ഇവിടെ ആന്റണിയാണ് ഇരിഞ്ഞാലക്കുടയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.